നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രശ്നത്തിൽ ഇന്ന് ഒരു വീഡിയോ ദൃശ്യം നമുക്ക് ആദ്യം കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, കോൺഗ്രസിൻ്റെ നേതാവും തെലങ്കാനയുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. हम हमारे हिसाब से प्रधानमंत्री का मतलब हमारे बड़े भाई के जो मदद रहे तो ही हर प्रदेश के मुख्यमंत्री उनके क्षेत्र में वो कुछ तरक्की कर सकता है, कुछ डेवलपमेंट को आगे ले सकता है. इसीलिए मेरा गुजारिश है, इस वक्त तेलंगाना अगर आगे तरक्की करना है, हम भी गुजरात जैसा हम आगे जाना है तो यहाँ पर आपकी मदद जरूरी है. अगर आपका जो सोच है 5 ट्रिलियन इकोनॉमी हम रीच होने के लिए इंडिया में 5 मेट्रोपॉलिटन सिटीज है, दिल्ली, मुंबई, Bangalore, Chennai, Hyderabad is one of the metropolitan city. We wanted to contribute to your 5 trillion economy system. So please do support us in metro rail, in Musi river development. Why? Because you have developed Sabarmati river. We wanted to develop our Musi river all along with Hyderabad, which is 55 kilometers is there, which is we wanted to regenerate our Musi river. All I need is your support. And moreover, we wanted to establish semiconductor industry. Recently, I have seen the government of India has announced for this encouragement and subsidies, incentives. Hyderabad is the place for semiconductor unit. Please support us. We are there to contribute for 5 trillion economy. आपके मदद से हम लोग इरिगेशन सेक्टर में खासकर आदिलाबाद. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഗുജറാത്തിനെ പോലെ തെലങ്കാന എന്ന സംസ്ഥാനവും വികസിക്കണം, ഗുജറാത്ത് മോഡൽ വികസനത്തെ അംഗീകരിക്കുകയാണ് രേവന്ത് റെഡ്ഡി. മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 5 മെട്രോ സിറ്റികളുണ്ട്: ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്. ഇതിൽ ഹൈദരാബാദ് ഞങ്ങളുടെ തലസ്ഥാനമാണ്. മെട്രോ നഗരങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതിന് ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി കൈകോർക്കാൻ തയ്യാറാണ്. കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി ഇല്ലാതെ ഈ വികസനം സാധ്യമാവില്ല എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ മൂസി നദി തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്. മുച്ചിക്കൊണ്ട റിവർ എന്നറിയപ്പെടുന്ന ഈ നദി കൃഷ്ണ നദിയുടെ ഒരു കൈവഴിയാണ്. ഈ നദിയുടെ തീരത്താണ് ഹൈദരാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഇരട്ട നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് കൂടിയാണ് ഈ മുച്ചിക്കൊണ്ട നദി. മാത്രമല്ല, അവിടുത്തെ കൃഷിയുടെ വികസനത്തിനും ജലസേചനത്തിനുമൊക്കെയായി ഏറ്റവും അധികമായി തെലങ്കാന ഉപയോഗിക്കുന്ന ഒരു നദി കൂടിയാണ്. ഈ നദിയുടെ വികസനം അത് ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. താങ്കൾ ഗുജറാത്തിൽ സബർമതി നദി എങ്ങനെയാണോ ജനോപകാരപ്രദമായ രീതിയിൽ ശുദ്ധീകരിച്ചത്, അതിനെ വികസിപ്പിച്ചത്, ആ രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ നദിയും വികസിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, താങ്കൾ സെമികണ്ടക്ടർ വ്യവസായത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. സെമികണ്ടക്ടർ വ്യവസായത്തിന് പറ്റിയ മേഖല ഞങ്ങളുടെ തെലങ്കാനയാണ്. ഈ സംസ്ഥാനത്തേക്ക് നിക്ഷേപിക്കാൻ താങ്കൾ തയ്യാറാകണം. മാത്രമല്ല, 5 ട്രില്യൺ ഇക്കോണമി എന്ന സ്വപ്നം, ആ സ്വപ്നത്തിൽ ഞങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ആ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് ഞങ്ങളുടേതായ സംഭാവന അത് പരമാവധി നൽകാൻ ആഗ്രഹിക്കുന്നു. വികസനത്തിന് വേണ്ടി ഞങ്ങൾ കേന്ദ്രവുമായി സഹകരിക്കാൻ തയ്യാറാണ്. നരേന്ദ്രമോദി ഇല്ലാതെ ആ വികസനം അസാധ്യമാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ താരോദയമായ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം എത്രത്തോളമാണ് എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയമാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണത്തോട് യോജിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? വിവരവും വിവേചന ബുദ്ധിയുമുള്ള ഏത് നേതാവിനാണ് അതിനോട് വിയോജിക്കാൻ കഴിയുക? ആ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് രേവന്ത് റെഡ്ഡി ഇന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ ഭരണത്തെയും കുറിച്ച് പറയുന്ന അഭിപ്രായത്തിൻ്റെ നേർവിപരീതമാണ് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത് എന്നോർക്കുക. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുകയാണെന്നും അദാനിജിക്ക് വേണ്ടി ഭരിക്കുകയാണെന്നുമൊക്കെയാണ് നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസ് പറയുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത് എന്നതാണ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രചരിപ്പിച്ചത്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഈ പ്രമുഖനായ നേതാവിന്
കോൺഗ്രസിൻ്റെ ഈ മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയായി പ്രതിജ്ഞാബദ്ധനായ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. രണ്ടാമത്തെ കാര്യം, രേവന്ത് റെഡ്ഡിയിലൂടെ വ്യക്തമാകുന്നത് മാതൃകാപരമായ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധമാണ്. രാഷ്ട്രീയമൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, രാഷ്ട്രീയമായ വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ട്. പക്ഷേ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ കേന്ദ്രവുമായി കൊമ്പുകോർത്തുകൊണ്ട് ഈഗോ കാണിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ വികസനം സ്തംഭിച്ചു പോകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരള സംസ്ഥാനം എന്ന് നമുക്കറിയാം. കേരള സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് കടം വാങ്ങാൻ അനുമതി തരൂ എന്നാണ്. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ത്യയുടെ 5 ട്രില്യൺ ഇക്കോണമി എന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന തൻ്റെ ഇടത്തോടു കൂടിയുള്ള ആഗ്രഹമാണ് ആന്ധ്ര മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. ഇല്ലാതെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയും കൊടുത്ത് നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്ര സർക്കാരിനെ തെറിവിളിച്ച് കേന്ദ്രം ചെയ്യുന്നതൊക്കെയും പിന്തിരിപ്പനും തെറ്റായ നയങ്ങളും അല്ലെങ്കിൽ നവ ലിബറൽ ആശയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കേരളം ബദലുണ്ടാക്കുന്നു എന്ന് അഹങ്കരിച്ച് നടക്കുകയല്ല. ബദലുണ്ടാക്കി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പോലും നൽകാൻ കഴിയാത്ത ഗതികേടിലായി ഇരിക്കുന്നു കേരളം. അങ്ങനെ ഒരു ബദലല്ല ഈ രേവന്ത് റെഡ്ഡിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു ഉദാത്ത മാതൃകയും അതോടൊപ്പം തന്നെ ഒരു മികച്ച പൊതുപ്രവർത്തകൻ, ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് മോഡിയെ പുകഴ്ത്തിയതുകൊണ്ട് മാത്രമല്ല, പക്ഷേ തൻ്റെ സംസ്ഥാനം എങ്ങനെയായിരിക്കണം, എങ്ങനെ വികസിക്കണം എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. ഇനി രേവന്ത് റെഡ്ഡിയും നരേന്ദ്രമോദിയുടെ സദ്ഭരണത്തിൻ്റെ പിന്നാലെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രേവന്ത് റെഡ്ഡിയും കൂട്ടരും BJPയിലേക്ക് പോകില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം BJP പാളയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഈ പ്രഭാവം അത് തടുക്കാൻ കഴിയാത്തതാണ്. അതാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.